എടാ ഞാനൊരു വീഡിയോയിലുണ്ട് ഈ എൽ കാർണിറ്റിൻ കഴിച്ചാൽ നമ്മുടെ ഫാറ്റൊക്കെ പെട്ടെന്ന് പോയി നല്ല രീതിയിൽ ഷ്രെഡ് ആവുന്നു ഉള്ളതാണോ? ആ എൽ കാർണിറ്റിൻ ബെസ്റ്റ്. ഇതിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. എടാ ഈ എൽ കാർണിറ്റിൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ബോഡിയിൽ അതുപോലെ റെഡ് മീറ്റ് മിൽക്കിലൊക്കെ കാണപ്പെടുന്ന ഒരു കോമ്പൗണ്ട് മാത്രമാണ്. അത് ഫാറ്റ് മെറ്റബോളിസത്തിന് വേണ്ടിയിട്ടാണ്. ആ പ്രോസസ്സ് എടുത്ത് പറഞ്ഞാൽ ബീറ്റ ഓക്സിഡേഷൻ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നമ്മളെ ഫാറ്റിനെ ഫ്യൂലായിട്ട് യൂസ് ചെയ്യും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് ഫാറ്റ് ലോസ് സപ്ലിമെൻ്റ് അല്ലേ? അല്ല, ഇതൊരു ഫാറ്റ് ലോസ് സപ്ലിമെൻ്റ് അല്ല. ഞാൻ നേരത്തെ പറഞ്ഞ റീസൺസ് കൊണ്ടാണ് ഇവിടെ എല്ലാവരും അതിനെ ഫാറ്റ് ലോസ് സപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ചെയ്യുന്നത്. പിന്നെ നീ ഒരു ടാബ് കഴിച്ചാൽ നിനക്ക് ഒരു യൂസും ഇല്ല. കാരണം ഇതിൽ ബയോ അവൈലബിലിറ്റി നല്ല കുറവാണ്. ഏകദേശം ഒരു 10% മാത്രം നമ്മളെ ബോഡി യൂസ് ചെയ്യും. എടാ അങ്ങനെയെങ്കിൽ ഇത് കുറേ കഴിച്ചാൽ പോരെ? ബെസ്റ്റ്. എടാ ഇതൊക്കെ വലിച്ചേരി കഴിച്ചാൽ നിൻ്റെ കാർഡിയോ വാസ്കുലർ ഹെൽത്ത് പോകും. അതുപോലെ തന്നെ നിൻ്റെ ഹോർമോൺ ആക്ടിവിറ്റിക്ക് ഇത് നല്ല രീതിയിൽ ബാധിക്കും. വേണോ അത്? വേണ്ട. എടാ എന്നാൽ ഇതിൻ്റെ പകരം നമ്മൾ എന്ത് കഴിക്കും? അതിൻ്റെ പകരം നീ ബ്ലാക്ക് കോഫി യൂസ് ചെയ്യും. അതാണെങ്കിൽ വെൽ സ്റ്റഡീഡുമാണ്. പിന്നെ ഒരു പരിധി വരെ നമ്മളെ വിശപ്പ് കുറയ്ക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. പോരെ?